യൂണിറ്റ് 8 ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. നമുക്കറിയാം ഇന്നർ ഡി ഓർബിറ്റലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നും, ഇന്നർ മോസ്റ്റ് എഫ് ഓർബിറ്റൽ അല്ലെങ്കിൽ ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലെ എഫ് ഓർബിറ്റലാണ് ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. പീരിയോഡിക് ടേബിളിന് താഴെ കാണുന്ന ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സുമാണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ ആദ്യമായിട്ട് ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ കുറിച്ച് പഠിക്കാം. ഇതൊരു 3 to 12 ഗ്രൂപ്പ്സ് ആണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. അതിൽ ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നത് പെനൾട്ടിമേറ്റ് ഷെല്ലിലെ ഡി ഓർബിറ്റൽസിലാണ്. അതായത് പെനൾട്ടിമേറ്റ് ഷെല്ല് എന്ന് പറയുമ്പോൾ ഏറ്റവും പുറത്തതിന് തൊട്ടടുത്തുള്ള ഷെല്ലിലെ തൊട്ടകത്തുള്ള ഷെല്ലിലെ ഡി ഓർബിറ്റലാണ് ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നത്. ഇവയെ നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് ഇവയെ ട്രാൻസിഷൻ അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കും? കാരണം എന്താണ്? ട്രാൻസിഷൻ ഫ്രം വെരി റിയാക്റ്റീവ് ആൽക്കലി മെറ്റൽസ് ടു ലെസ് റിയാക്റ്റീവ് ഗ്രൂപ്പ് 13 ആൻഡ് ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ്, അതായത് പി ബ്ലോക്ക് എലമെൻറ്റ്സിലേക്ക്. അപ്പോൾ വളരെ റിയാക്റ്റീവായിട്ടുള്ള ആൽക്കലി മെറ്റൽസിൽ നിന്ന് റിയാക്ടിവിറ്റി കുറഞ്ഞ ഗ്രൂപ്പ് 13, 14 മൂലകങ്ങളിലേക്ക് വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ടാണ് ഇവയെ നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇന്ന് 4 സീരീസുകളുണ്ട്. ഒന്നാമത്തെ 3D ഓർബിറ്റൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന 3D സീരീസ്. 3D സീരീസ് സ്കാൻഡിയം മുതൽ സിങ്ക് വരെയാണ്. അതുപോലെ 4D സീരീസ് ഇറ്റർബിയം മുതൽ എട്രിയം മുതൽ കാഡ്മിയം വരെയാണ്. 5D സീരീസ് ലന്താനം മുതൽ മെർക്കുറി വരെയാണ്. 6D സീരീസ് ആക്ടീനിയം മുതൽ അറ്റോമിക് നമ്പർ 112 വരെയാണ്. അറ്റോമിക് നമ്പർ 312 വരെയാണ്. ഇനി ഇതിൻ്റെ എല്ലാം എൻഡിലായിട്ടുള്ള എലമെൻറ്റ്സ് സിങ്ക്, മെർക്കുറി ആൻഡ് മെർക്കുറി, അവയെ നമ്മൾ സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം അവയുടെ ഡി ഓർബിറ്റൽസ് കംപ്ലീറ്റ്ലി ഫിൽ, അതായത് D10 കോൺഫിഗറേഷനാണ് അവയ്ക്കുള്ളത്. ഇനി ട്രാൻസിഷൻ എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അവയ്ക്ക് പാർഷ്യലി ഫിൽഡ്, ഭാഗികമായി നിറഞ്ഞ ഡി ഓർബിറ്റൽസ് വേണം. പക്ഷേ ഇവയുടെ ഡി ഓർബിറ്റൽ ഏതൊക്കെയാണ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറി, സഡൻ, CD ആൻഡ് HG, അവയ്ക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ആണല്ലോ. അതുകൊണ്ട് അവയെ നമ്മൾ കാപ്പാഡ ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നു. പക്ഷെ അവ ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ ചില പ്രോപ്പർട്ടികൾ കാണിക്കുന്നതുകൊണ്ടാണ് അവയെ എന്തിൽ പെടുത്തിയിരിക്കുന്നത്? ട്രാൻസിഷൻ എലമെൻറ്റ്സിൽ പെടുത്തിയിരിക്കുന്നത്. അടുത്ത ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ N-1 D1 to 10 NS1 to 2 ആണ്. അപ്പോൾ അതൊക്കെ ചോദിക്കാവുന്നതാണ്, 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. പിന്നെ അതിൽ ചില കോൺഫിഗറേഷൻ, അതായത് ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് വരുന്ന സ്റ്റേറ്റുകളൊക്കെ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഇതിന് മിക്കവയും തന്നെ ഹാർഡ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റുള്ള മെറ്റലുകളാണ്. അപ്പോൾ മെറ്റാലിക് പ്രോപ്പർട്ടീസ്, അതായത് മെറ്റാലിക് ലസ്റ്റർ, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി തുടങ്ങിയ പ്രോപ്പർട്ടീസ് എല്ലാം കാണിക്കും. ഇനി മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വളരെ കൂടുതലാണ്. ഈ മെറ്റൽസിൻ്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വളരെ കൂടുതലാണ്. കാരണം സ്ട്രോങ് മെറ്റൽ ബോണ്ടിങ് ഡ്യൂ ടു അൺപെയർഡ് ഇലക്ട്രോൺസ് ഇൻ ഡി ഓർബിറ്റൽസ്. ഡി ഓർബിറ്റൽസിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ഇവയ്ക്ക് എന്തുണ്ടാകും? സ്ട്രോങ് മെറ്റൽ ബോണ്ടിങ് ഉണ്ടായിരിക്കും. പക്ഷെ അതിനകത്ത് എൻഡ് മെറ്റൽസ്, അതായത് സിങ്ക്, കാഡ്മിയം, മെർക്കുറി, ഇവയ്ക്ക് ലോ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആയിരിക്കും. കാരണം കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ്. സിങ്ക്, കാഡ്മിയം, മെർക്കുറിക്ക് ഇവയ്ക്ക് ലോ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആയിരിക്കും. കാരണം എന്താണ്? ഇവയുടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ്. ഇനി അറ്റോമിക് ആൻഡ് അയോണിക് സൈസ്. ചിലപ്പോൾ ഓരോ സീരീസിലും ഇടത്തു നിന്ന് വലത്തേക്ക് വരുന്നതോറും അറ്റോമിക് സൈസ് അല്ലെങ്കിൽ അയോണിക് സൈസ് ചെറുതായിട്ട് കുറഞ്ഞു വരുന്നു. പക്ഷേ മിഡിൽ കഴിഞ്ഞ് ഈ ഡിക്രീസ് വളരെ സ്ലോ ആയിട്ടായിരിക്കും വരുന്നത്. കാരണം എഫ് ഓർബിറ്റൽസ് വരുന്നതുകൊണ്ടാണ് ഇടയ്ക്ക്. അപ്പോൾ ഇനി ഇതിന് കാരണം, ഈ ചെറിയ സൈസിൻ്റെ ചെറിയ ഡിക്രീസിന് കാരണം ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ് ആൻഡ് ഇലക്ട്രോൺസ് ആർ ആഡഡ് ടു ദ സെയിം ഡി സബ്ഷെൽ. അപ്പോൾ ഇലക്ട്രോൺസ് ഒരേ ഡി സബ്ഷെല്ലിലേക്കാണ് വരുന്നത്. അതുപോലെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. അതുമൂലമാണ് ഈ സൈസ് ഡിക്രീസ് ചെയ്ത് വരുന്നത്. പിന്നെ ഈ 4D സീരീസ് ഒരു ഗ്രൂപ്പിൽ എടുക്കുകയാണെങ്കിൽ താഴേക്ക് വരുന്നതും സൈസ് കൂടിയാണ് വരേണ്ടത്. പക്ഷേ 3D സീരീസ് കഴിഞ്ഞ് 4Dയും 5Dയും വരുമ്പോൾ
സിമിലർ അറ്റോമിക് റേഡിയ ആൻഡ് അയോണിക് റേഡിയ ആണ്. കാരണം ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആണ്. അതിന് കാരണം എന്താണ്? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ഈ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഉണ്ടാകാനുള്ള കാരണം പൂവർ ഷീൽഡിങ് ഇഫക്റ്റ് ഓഫ് 4f ഓർബിറ്റൽ. അപ്പോൾ അതിനിടയ്ക്ക് 4f ഓർബിറ്റൽ വരുന്നതുകൊണ്ട് അതിൻ്റെ ഷീൽഡിങ് ഇഫക്റ്റ് കുറവായത് കാരണം ഉള്ളിലേക്ക് ഔട്ടർ ഷെല്ലിനെ ന്യൂക്ലിയസ് ഉള്ളിലേക്ക് വലിക്കുന്നതാണ് ഈ സൈസ് കുറഞ്ഞു വരാനായിട്ട്. അത് നമ്മൾ പിന്നീട് പഠിക്കും ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്താണ്. അടുത്ത അയണൈസേഷൻ എൻതാൽപ്പീസ്. അയണൈസേഷൻ എൻതാൽപ്പീസ് ഇൻക്രീസസ് എലോങ് എ പീരീഡ്. ഓരോ സീരീസിലും ഇൻക്രീസ് ചെയ്ത് വരും. കാരണം ഡിക്രീസ് ഇൻ സൈസ് ആൻഡ് ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്. അതിന് കാരണം എന്താണ്? സൈസ് കുറഞ്ഞു വരുന്നതും ന്യൂക്ലിയർ ചാർജ് കൂടി വരുന്നതാണ്. ഇനി 3D സീരീസിൽ അയണൈസേഷൻ എൻതാൽപ്പിയുടെ വേരിയേഷൻ ഇറഗുലർ ട്രെൻഡ്സ് ആണ് കാണിക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുന്നത് ക്രോമിയത്തിന് ഇതിൻ്റെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എടുക്കുകയാണെങ്കിൽ അത് ലോ ആയിരിക്കും. കാരണം ക്രോമിയത്തിന് അറ്റോമിക് നമ്പർ 24 3d5 4s1 കോൺഫിഗറേഷൻ ആണ്. ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ 4s ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അതിന് എന്ത് കിട്ടും? ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റിൽ കിട്ടും. അപ്പോൾ സ്റ്റെബിലിറ്റി കിട്ടും. ഇനി ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് സിങ്ക് ലോവർ ഹയർ ആണ്. കാരണം സിങ്കിന് നമുക്കറിയാം കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റിലാണ്. 3d10 4s2 ആണ്. അപ്പോൾ ഈ 4s ഓർബിറ്റിൽ നിന്ന് പെയർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനായിട്ട് ഹൈ എനർജി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് സിങ്കിൻ്റെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഹയർ ആണ്. ഇനി തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി എടുക്കുകയാണെങ്കിൽ അത് മിക്കവയുടെയും കൂടുതലായിരിക്കും. കാരണം ഇന്നർ ഡി ഓർബിറ്റിൽ നിന്ന് ഇലക്ട്രോണിന് നഷ്ടപ്പെടുന്നത് കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈ ട്രാൻസിഷൻ എലമെന്റ്സ് എല്ലാം തന്നെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളാണ് കാണിക്കുന്നത്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. കാരണം ഈ NS ഓർബിറ്റലും അത് ഔട്ടർ S ഓർബിറ്റലും അതിനുള്ളിലെ ഡി ഓർബിറ്റലും തമ്മിൽ n-1 ഡി ഓർബിറ്റലും തമ്മിലുള്ള എനർജി വ്യത്യാസം വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ഓർബിറ്റലുകളിലെയും ഇലക്ട്രോണുകൾക്ക് എവിടെ പങ്കെടുക്കാൻ സാധിക്കും? ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവ എന്ത് കാണിക്കുന്നത്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. അപ്പോൾ പലപ്പോഴും റിപ്പീറ്റ് ചെയ്തിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്തുകൊണ്ടാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാണ്: സ്മോൾ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ NS ആൻഡ് n-1 ഡി ഓർബിറ്റൽസ്. ഇനി സ്കാൻഡിയം സാധാരണ ഏത് സ്റ്റേറ്റ് മാത്രമേ കാണിക്കുന്നു? +3. നമുക്കറിയാം സ്കാൻഡിയത്തിന് 3d1 4s2 കോൺഫിഗറേഷൻ. അപ്പോൾ 3 ഇലക്ട്രോണും പോയി +3 സ്റ്റേറ്റ് കാണിക്കുന്നു. അതുപോലെ മാംഗനീസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 മുതൽ +7 വരെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കും. അപ്പോൾ 3D സ്റ്റേറ്റിൽ ഏറ്റവും വലിയ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെന്റ് ഏതാണ്? മാംഗനീസ് ആണ്. ടൈറ്റാനിയം മോർ സ്റ്റേബിൾ ഏത് സ്റ്റേറ്റിലാണ്? +4 സ്റ്റേറ്റിലാണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ഇപ്പോൾ ചില കോംപ്ലക്സുകളിലൊക്കെ ഈ ട്രാൻസിഷൻ എലമെന്റ്സ് വളരെ ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഉദാഹരണം NaCO4 FeCO5 അവിടെയൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. അടുത്തത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ. ഈ 0 വാല്യൂ ആണ്. ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ 3 കാര്യങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒന്നാമത് അയോണൈസേഷൻ എൻതാൽപ്പി, സം ഓഫ് ഓൾ അയോണൈസേഷൻ എൻതാൽപ്പീസ്. രണ്ടാമത്തത് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. മൂന്നാമത്തെ ഹൈഡ്രേഷൻ എൻതാൽപ്പി. എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷനും അയണൈസേഷൻ എൻതാൽപ്പിയും പോസിറ്റീവ് വാല്യൂ ആണ്. അത് ആരത്തിലേക്ക് കൊടുക്കുന്ന വാല്യൂസ് ആണ്. പക്ഷെ ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ പുറത്തുവിടുന്ന എനർജിയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് കൂടുതൽ എന്നുള്ളത് ആശ്രയിച്ചിരിക്കും ഈ 0 വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത്. ഇവിടെ കോപ്പർ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ആണ്. അതായത് ഹൈഡ്രേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നെഗറ്റീവ് ഈ 0 വാല്യൂ വന്നിരിക്കുന്നത്. പക്ഷെ കോപ്പറിൻ്റെ കേസിൽ ഹൈ അയണൈസേഷൻ എൻതാൽപ്പിയാണ്. അയണൈസേഷൻ എൻതാൽപ്പി കോപ്പർ Cu2+ ആയി മാറാനുള്ള അയണൈസേഷൻ എൻതാൽപ്പി ഇതിനേക്കാൾ കൂടുതലായിരിക്കും, ഹൈഡ്രേഷൻ എൻതാൽപ്പിയേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് കോപ്പറിൻ്റെ കേസിൽ പോസിറ്റീവ് E0 വാല്യൂ വന്നിരിക്കുന്നത്. പിന്നെ റൈറ്റിലേക്ക് ചെല്ലുന്നതോറും കുറഞ്ഞാണ് വരുന്നത്. പക്ഷേ മാംഗനീസ്, നിക്കൽ, സിങ്ക് ഇവയുടെ Zn2+ന്റെ E0 വാല്യൂ അധികം ഹൈ നെഗറ്റീവ് അല്ല. അതിന് കാരണമായിട്ട് പറഞ്ഞാൽ Zn2+ന് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റിലാണ്, Mn2+ന് ഹാഫ് ഫിൽഡ് ഡി സബ്ഷെല്ലാണ്. ആൻഡ് ഏതാണ് അടുത്തത്? നിക്കലിന് ഹൈ നെഗറ്റീവ് എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ ആണ്. ഹൈ നെഗറ്റീവ് എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ. നിക്കൽ ഹാസ് ഹൈ നെഗറ്റീവ് എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ.
അടുത്തത് മാഗ്നറ്റിക് നേച്ചറാണ്. അപ്പോൾ മാഗ്നറ്റിക് നേച്ചർ എന്ന് പറഞ്ഞാൽ 3 തരത്തിലാണ്. പാരാമാഗ്നറ്റിക് ആകാം, ഡയാമാഗ്നറ്റിക് ആകാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഫെറോമാഗ്നറ്റിക് ആണ്. ഇപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കും? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ആ സബ്സ്റ്റൻസ് റിപ്പൽ ചെയ്യപ്പെടും അല്ലെങ്കിൽ വികർഷിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ ഡയാമാഗ്നറ്റിക് എന്ന് വിളിക്കും, അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നും ഇല്ലെങ്കിൽ. ഇനി ഒരു അൺപെയർഡ് ഇലക്ട്രോൺ എങ്കിലും ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഇനി സ്ട്രോങ്ലി അട്രാക്റ്റഡ് ഇൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അത് ഫെറോമാഗ്നറ്റിക് ആയിരിക്കും. ഇനി ഇത് മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്പിൻ ഓൺലി ഫോർമുല ഉപയോഗിച്ചാണ്. അപ്പൊ ഈ ഫോർമുല μ=n+2 എന്ന ഫോർമുലയെ നമ്മൾ സ്പിൻ ഓൺലി ഫോർമുല എന്നുള്ളത്. സ്പിൻ ഓൺലി ഫോർമുല എന്താണെന്ന് തന്നെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. എന്താണ് സ്പിൻ ഓൺലി ഫോർമുല? μ=n×n+2 where n is the number of unpaired electrons. n എന്തായിരിക്കും? അവിടെ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണമാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കാൽക്കുലേറ്റ് ദ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ഫോളോയിങ് അയോൺസ് അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ കാൽക്കുലേറ്റ് ദ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് സ്കാൻഡിയം 3+. സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 21 ആണ്. 21 ആണെങ്കിൽ സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d1 ആർഗൺ 3d1 4s2 എന്നാണ്. അപ്പോൾ സ്കാൻഡിയം 3+ എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോണും പോകും. 4s-ലെ 2 ഇലക്ട്രോണും 3d-ലെ 1 ഇലക്ട്രോണും പോകും. അപ്പോൾ 3d0 4s0. അപ്പോൾ 3d ഓർബിറ്റിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് n-ന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പോൾ μ=√n×n+2 ദാറ്റ് ഈസ് 0×0+2 √0 വരും. അപ്പോൾ ഇത് തന്നെയാണ് 0. ഈ മാഗ്നറ്റിക് മൊമെന്റിന്റെ യൂണിറ്റ് ബോർ മാഗ്നറ്റൺ എന്നാണ് പറയുക. ഇനി അതുപോലെ Mn2+ന്റെ നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. Mn-ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 25 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ 3d5 4s2 എന്ന കോൺഫിഗറേഷൻ, ആർഗൺ 3d5 4s2 എന്ന കോൺഫിഗറേഷൻ. Mn2+ എന്ന് പറയുമ്പോൾ ഈ 4s-ലെ 2 ഇലക്ട്രോൺ പോയിട്ട് 3d5. അപ്പോൾ നമ്മൾ 3d ഓർബിറ്റിൽ വരയ്ക്കുകയാണെങ്കിൽ 5 d ഓർബിറ്റിൽ ഓരോ ഇലക്ട്രോൺ വെച്ചാണ്. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം 5 ആണ്. അപ്പോൾ μ എന്ത് വരും? μ=5×5+2 that is √5×7 അതായത് √35 ബോർ മാഗ്നറ്റിക് ആയിരിക്കും. ഫൈനൽ വാല്യൂ കണ്ടുപിടിച്ചില്ലാലും കുഴപ്പമില്ല, ഇങ്ങനെ ഇട്ടാലും മതി. ഇനി അതുപോലെ നിക്കൽ 2+. ഇപ്പം നിക്കലിൻ്റെ അറ്റോമിക് നമ്പർ 28 ആണ്. അപ്പോൾ നിക്കൽ എന്ന് പറയുന്നത് 3d8 4s2 കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ നിക്കൽ 2+ എന്ന് പറയുമ്പോൾ എസ് ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ പോയി 3d8. അപ്പോൾ നമ്മൾ വരച്ച് നോക്കണം 3d ഓർബിറ്റിൽ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കാണാനായിട്ട് വരച്ച് നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ 3 എണ്ണം പെയ്ഡ് ആണ്, ബാക്കി 2 എണ്ണം മാത്രമേ അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളൂ. അപ്പോൾ n-ന്റെ വാല്യൂ 2 ആണ്. അപ്പോൾ μ-ന്റെ വാല്യൂ √2×2 ദാറ്റ് ഈസ് √2×4 വരും. അപ്പോൾ ഇങ്ങനെ എന്താണ് മാഗ്നറ്റിക് മൊമെന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.